ഗൂഗിൾ പേയുടെ പോക്കറ്റ് മണി പണിയാവോ? ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഒരു വാട്സപ്പ് സന്ദേശമൊക്കെ പോകുന്നുണ്ട്. അതിന്റെ അകത്ത് ഒരാൾ ഗൂഗിൾ പേയിലെ പോക്കറ്റ് മണി അത് അറിയാതെ ഒന്ന് പ്രസ് ചെയ്തപ്പോൾ ഏകദേശം 10,001 രൂപയോ മറ്റോ നഷ്ടമായി എന്നും പറഞ്ഞൊക്കെ ആയിരുന്നു പുള്ളിയുടെ ഒരു വാട്സാപ്പ് സന്ദേശം. പക്ഷെ അത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ പറന്നു നടന്നിട്ട് എന്താ പറയാ, ആശങ്കയിലാണ് ആൾക്കാർ. കാരണം ഇങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ കയ്യിലുള്ള കാശ് പോകുമോ എന്നുള്ളൊരു ചോദ്യം പലരുടെ ഇടയിലും ഉണ്ട്. കാരണം ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ലക്ഷം പേര് ആശ്രയിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് വരുമ്പോഴത്തേക്കുമാണ് UPIയുടെ ഒരു പുതിയ സംവിധാനം പോക്കറ്റ് മണി എന്ന് പറഞ്ഞ് കണ്ടത്. പോക്കറ്റ് മണി എന്ന് പറയുന്ന സംവിധാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളോ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രായമായവർക്കോ വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ആരാണോ പോക്കറ്റ് മണി ആരുടെ അക്കൗണ്ടാണ്, ഉദാഹരണത്തിൽ എനിക്ക് തീരുമാനിക്കാം ആർക്ക് ഞാൻ പൈസ അയച്ചു കൊടുക്കണം എന്നുള്ളത്. ഇപ്പം എനിക്ക് പ്രായമായിട്ടുള്ള കാരണവന്മാരുണ്ടെങ്കിൽ അവർക്ക്, ഇല്ലെങ്കിൽ എനിക്ക് മറ്റേ കുട്ടികളോ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് അയക്കണമെങ്കിൽ, ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കോ പ്രായമായവർക്കോ ഒക്കെ ആയിട്ട് അയച്ചു കൊടുക്കുന്ന പൈസ, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പണം നിയന്ത്രിച്ച് ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. മാക്സിമം 15,000 രൂപ വരെയാണ് നമുക്ക് അതിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഇപ്പം ചെറിയ എമൗണ്ടിന് വാങ്ങിക്കുന്ന സാധനങ്ങൾ, ഒരു കടയിലൊക്കെ പോയി കുട്ടികൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് പണമായിട്ട് നൽകാതെ എല്ലാം ഈ ഒരു പോക്കറ്റ് മണി യൂസ് ചെയ്ത് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിയന്ത്രിക്കുന്നത് ആരാണോ അക്കൗണ്ട് ഹോൾഡർ അവരാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ ഞാനാണത് നിയന്ത്രിക്കുന്നത്, അല്ലാതെ കുട്ടികളല്ല. ഈ പോക്കറ്റ് മണി എന്ന് പറയുന്ന സംവിധാനം പുതിയൊരു ഇതാണ്. അത് എല്ലാവരും ആശങ്കപ്പെട്ടിരിക്കുകയാണ്. ഇത് എന്താ പറയുക, പണം ഒരുപാട് നഷ്ടപ്പെടുമോ, അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഉള്ളവരൊക്കെ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. ഒരൊറ്റ വോയിസ് മെസ്സേജും പല രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളും വഴി ആ ഒരു പുതിയ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. മാത്രമല്ല മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ലിങ്കുകൾ പലരുടെ വാട്സാപ്പുകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വരാം. അതിലൊന്നും കയറി ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതാണ് അതിൻ്റെ അകത്തെ ഒരു കാര്യം. നമുക്ക് സെറ്റ് ചെയ്യാം പോക്കറ്റ് മണി എന്ന് പറയുന്ന സംവിധാനം. നമ്മുടെ ഗൂഗിൾ പേയുടെ ആ ഒരു സെറ്റിങ്ങിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സെറ്റ് ചെയ്യാം ആർക്കാണ് പൈസ അയക്കേണ്ടത്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ എന്നെ പോലെ മറ്റൊരാൾ അവരുടെ മക്കൾക്കാണ് അയക്കേണ്ടതെങ്കിൽ ആ മക്കള് അല്ലെങ്കിൽ ആ കാരണന്മാർ ആരുടെയാണോ അവരെയാണ് മെൻഷൻ ചെയ്യുന്നത് അവിടെ. അല്ലാതെ മറ്റു പലർക്കും പോകത്തില്ല. നമ്മൾ ആർക്കാണോ പോയിന്റ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ പൈസ പോകത്തുള്ളൂ. അതാണ് ശരിക്കും ഇതുകൊണ്ട് ഉപകാരപ്പെടുന്നത് കുട്ടികൾക്കാണ് കൂടുതലായിട്ടും. എനിക്ക് തോന്നുന്നത് അവര് പൈസ ചെലവാക്കുന്നതിൽ ഒരു നിയന്ത്രണം, ഏതൊക്കെ കാര്യത്തിന് എങ്ങനെയൊക്കെ ചെലവാക്കാമെന്ന് ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന പോക്കറ്റ് മണി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു നാട്ടിലെ ഒരു പ്രത്യേകത, ഇന്ത്യ രാജ്യത്താണെങ്കിലും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുതിയതായിട്ട് ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് മടിക്കും. ഇതെന്നാ സംഗതി എന്നൊന്നും മനസ്സിലാക്കാതെ ശരിക്കും മടിക്കും. അതായത് പല കാര്യങ്ങളെയും നമ്മൾ ആദ്യം എതിർക്കുമെങ്കിലും പിന്നീട് അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ഒരു പതിവ്. അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ആരും പേടിക്കണ്ട. പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു സംവിധാനം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെ ഈ ഒരു പണച്ചെലവ് നിയന്ത്രിച്ചുകൊണ്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആർക്കാണോ ചെയ്യുന്നത്, ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ പ്രായമായവർക്കോ നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവര് പൈസ നിയന്ത്രിച്ചുകൊണ്ട് ചെലവഴിക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല എത്ര രൂപ അക്കൗണ്ടിൽ നിന്ന് പോയെന്നുള്ളത് കൃത്യമായിട്ട് അറിയാനും പറ്റും. അതൊക്കെയാണ് ഇതിന്റെ സംവിധാനം. ഇങ്ങനെയുള്ള പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ ആദ്യം പേടിച്ചിരിക്കാതെ കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ എളുപ്പമാണ്. നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ സ്കാമുകളൊക്കെ ഒരുപാട് നടക്കുന്നതല്ലേ. ഒത്തിരി പേരുടെ പണം ഓരോ ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്ത് പോയിട്ടുള്ളതിനാൽ ലക്ഷം പൈസ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓരോ ലിങ്കുകളിൽ കയറി ഞെക്കി അവസാനം കയ്യിലുള്ള അക്കൗണ്ടിലുള്ള പണം മുഴുവൻ ഒറ്റയടിക്ക് വൈറ്റ് വാഷ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മൊത്തത്തിൽ പോകുന്ന ഒരു സംവിധാനമൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഒരുപാട് സൈബർ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി സംവിധാനങ്ങളുണ്ടുകൊണ്ട് ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഈ വന്നതും കയ്യിലുള്ള അക്കൗണ്ടിലുള്ള കാശ് പോകുമോ, പ്രത്യേകിച്ച് ആ ഒരു വാട്സാപ്പ് സന്ദേശം കൂടെ വന്നതുകൊണ്ട് എല്ലാവരും ആകെ പേടിച്ചാണ് ഇരിക്കുന്നത്. ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇത് വളരെയധികം ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾ ഏത് ബാങ്കാണോ യൂസ് ചെയ്യുന്നത്, ഏത് ബാങ്ക് അക്കൗണ്ടാണോ യൂസ് ചെയ്യുന്നത്, ആ ബാങ്കിൽ പോയി നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും. മാത്രമല്ല
വരും ദിവസങ്ങളിൽ നമ്മുടെ എന്താ പറയുക നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ നമ്മുടെ ന്യൂസ് പേപ്പറുകളിലൊക്കെ ഇതിനെക്കുറിച്ചൊരു വിവരണം ഉണ്ടാകും. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പുതിയ പുതിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അല്ലാതെ കണ്ട വ്യാജന്മാർ പടച്ചുവിടുന്ന മെസ്സേജുകൾ കേട്ട് അത് എന്നാ പറയുന്നത് എന്താ പറയുന്നത് ഒരു എതിർക്കാനായിട്ട് നിൽക്കണ്ട. ഇനി ഇത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആരും ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ഒത്തിരി പേർക്ക് ഉപകാരം ഉള്ളത് കൊണ്ട് ഇൻ ഫ്യൂച്ചർ, അതായത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് ഇത് കംപ്ലീറ്റ്ലി സെറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. വേറെ ബഗ്ഗോ വേറെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പോക്കറ്റ് മണി എന്ന് പറയുന്ന സംവിധാനം എല്ലാവരും തന്നെ വരവേൽക്കാൻ അല്ലെങ്കിൽ ആവേശത്തോടുകൂടി വരവേൽക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കേണ്ട. പോക്കറ്റ് മണി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഗൂഗിൾ പേയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കൃത്യമായിട്ട് എന്താ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആരാണോ, നമ്മുടെ മക്കളോ നമ്മുടെ കാരണന്മാരോ ആരെയാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് അവർക്ക് പണം ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണിത്. അതും നമ്മൾ വിചാരിക്കണം, അവരുടെ അക്കൗണ്ട് നമ്മൾ വിചാരിക്കണം എത്ര രൂപ കൊടുക്കണം, ചെലവഴിക്കണം. 15,000 രൂപ വരെയാണ് അതിൻ്റെ അകത്ത് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. അതിൽ നിന്ന് എത്ര രൂപ വീതം ചിലവാക്കാം എന്നുള്ളതാണ്. അപ്പം കൂടുതലായിട്ടും പറയുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇത് ഇന്ന പോലെയാണ്, ഇത്ര രൂപ ചിലവാക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും പുതിയൊരു അറിവാണ്. അവരും അതനുസരിച്ച് അറിഞ്ഞും കണ്ടുമൊക്കെ എന്താ പറയുക പണം ചിലവാക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് പണം നിയന്ത്രിക്കാനും പറ്റും, അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവില്ല, കൃത്യമായിട്ട് നമുക്കത് എന്താ പറയുക വീക്ഷിക്കുവാനും പറ്റും. അതുകൊണ്ട് പോക്കറ്റ് മണി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തെ ആരും ഭയക്കേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ.